ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ക്ലോഷർ ഉപയോഗിച്ച് ഒരു പ്രൈവറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക അതെങ്ങനെയാണെന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത്. നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ കൗണ്ടർ എന്ന് പറയുന്നു. ഇതിൽ ഒരു വേരിയബിൾ, പ്രൈവറ്റ് വേരിയബിൾ കൗണ്ട് എന്നായിക്കോട്ടെ. ഇനിഷ്യൽ വാല്യൂ 0 എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ആക്സസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു റിട്ടേൺ പറയുന്നു. ഈ റിട്ടേണിനകത്താണ് ബാക്കിയുള്ള മെത്തേഡുകൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നു. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ട് കൂട്ടാൻ വേണ്ടിയാണ്. കോളൻ ഈ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കൗണ്ട് പ്ലസ് പ്ലസ് പറയുക, റിട്ടേൺ പറയുക, റിട്ടേൺ കൗണ്ട്. അത് കൂട്ടിയിട്ട് ആ കൗണ്ട് റിട്ടേൺ ചെയ്യുന്നു. അടുത്ത ഫംഗ്ഷൻ ഡിക്രിമെൻ്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഈ കർലി ബ്രാക്കറ്റിന് ശേഷം കോമ ഇടുക, അതിനുശേഷം ഡിക്രിമെൻ്റ് പറയുക, കോളൻ. ഇതേ സിൻടാക്സ് തന്നെയാണ് ഫംഗ്ഷൻ. ഇവിടെ കൗണ്ട് മൈനസ് മൈനസ് പറയുക, ഇവിടെ റിട്ടേൺ കൗണ്ട് പറയുക. ലാസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറയുക. ഇവിടെ റിട്ടേൺ കൗണ്ട് എന്നുള്ള വേരിയബിൾ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം. നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമുക്കൊരു കൗണ്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റ് മൈ കൗണ്ടർ ഈക്വൽസ് കൗണ്ടർ എന്ന് പറയുക. ഇനി നമുക്ക് മൈ കൗണ്ടർ വെച്ചിട്ട് ആക്സസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ console.log മൈ കൗണ്ടർ ഡോട്ട് ഇൻക്രിമെൻ്റ് എന്ന് പറയാം. ഇത് നമുക്കൊരു 2-3 ടൈംസ് കോൾ ചെയ്യാം. ഇനി നമുക്ക് ഡിക്രിമെൻ്റ് പറയാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഇവിടെ 1, 2, 3 കിട്ടി. അതിനുശേഷം ഡിക്രിമെൻ്റ് പറഞ്ഞുകൊണ്ട് കൗണ്ട് ഒന്ന് കുറഞ്ഞു. ഇനി നമുക്ക് ഈ വേരിയബിളിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കാം. നേരിട്ട് മൈ കൗണ്ടർ ഡോട്ട് കൗണ്ടിന് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടല്ലോ അൺഡിഫൈൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആ കൗണ്ട് എന്നുള്ള വേരിയബിൾ പ്രൈവറ്റായി. അത് നമ്മൾ ഉപയോഗിച്ചത് ജാവാസ്ക്രിപ്റ്റ് ക്ലോഷറാണ്.